ഹലോ, വെൽക്കം ടു കുട്ടി സ്റ്റോറീസ്. വൈൽഡ് ലൈഫ് സെന്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡണ്ടിയിലോട്ടാണ് പോകുന്നത് ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ്. അവിടെ അത്യാവശ്യം കുറച്ച് ആനിമൽസ് ഒക്കെ ഉണ്ട്. ആനിമൽസും റെപ്റ്റൈൽസും ബേർഡ്സും ഒക്കെ ഉള്ള ഒരു വൈൽഡ് ലൈഫ് പാർക്ക് പോലത്തെ സ്ഥലമാണ്. ഐ തിങ്ക് അറൌണ്ട് 50 ആനിമൽസ് ഉണ്ട് അവിടെ. എന്തെങ്കിലും പറയാനുണ്ടോ ആനിമൽസിനെ കുറിച്ച്? എന്താ പറയുന്നത്? ആനിമൽസിനെ ഇഷ്ടമാണ്. ഓക്കെ, ആനിമൽസ് ഇവളെ ഓർത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്നത്. കാരണം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനിമൽസിനെയും ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കാരണം എവിടെ ഒരു പക്ഷി പോയാലും പുള്ളിക്കാരത്തി അയ്യോ അവിടെ കിളിയുണ്ട് ഇവിടെ കിളിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിന്റെ പുറകെ ഓടാറുണ്ട്. അതുകൊണ്ട് അവളെ ഒന്ന് കൊണ്ടുപോയിട്ട് അവൾ ഇതുവരെ സൂ ഒന്നും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ഒന്ന് ചുമ്മാ ഇതൊരു ചെറിയ മിനി വേർഷൻ ഓഫ് സൂ ആണെങ്കിലും ഒന്ന് കൊണ്ടുപോയി കാണിച്ചേക്കാന്ന് പറഞ്ഞു. ഞങ്ങള് ട്രെയിനിൽ കയറി. എന്നെയും അമ്മക്ക് ട്രെയിനിൽ കയറിയ ചിപ്സ് കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവള് ചിപ്സ് കൊടുത്തു. സന്തോഷവതിയായിട്ടിരിക്കുന്നു. നമ്മളെ ഹാപ്പിയാണ്. ഇസാമോള് വേണ്ടേ ഉറങ്ങി വന്നതാ. ചിപ്സിന്റെ കരകരാന്ന് ഉള്ള ഒച്ച കേട്ടപ്പോ പുള്ളിക്കാരത്തി എഴുന്നേറ്റു. അമ്മയ്ക്കുണ്ടോ ഇന്നത്താ ഷെയറിംഗ് ഉണ്ടോ കേട്ടോ ഇമാമോക്ക്? കണ്ടാ ശമോളെ നോക്കടി, പിന്നിട്ട് കാണിച്ചു തരുന്നുണ്ടോ? എന്താ മോനെ? വലിയ ട്രക്കൊക്കെ ഉണ്ടല്ലേ. ഞങ്ങൾ ദണ്ഡി സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഇനിയിപ്പം ഇവിടുന്ന് ഡയറക്റ്റ് ലിഫ്റ്റിൽ കയറി നമ്മൾ പുറത്തോട്ട് പോയിട്ട് ഒരു ക്യാബ് വിളിച്ചിട്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തോട്ട് പോകും. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചുറ്റുമൊക്കെ. പിന്നെ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് ആയിരുന്നു ക്യാബിൽ ഇരുന്നത്. 21 പൗണ്ടായിരുന്നു 4 പേർക്കും കൂടെ. പിന്നെ നമുക്ക് മാപ്പ് കിട്ടി. 44 സ്പീഷീസ് ഉണ്ട് ഇതിനകത്ത് മാപ്പ് പറഞ്ഞേക്കുന്നത്. അപ്പം 44 സ്പീഷീസ് എവിടെയൊക്കെയാണ് ഇതിനകത്ത് എന്നുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് ഇവിടെ ഒരു കഫേയും ഉണ്ട്. ഇവിടെ നമുക്ക് കോഫി, ടീ, പിന്നെ അത്യാവശ്യത്തിന് സ്നാക്സ് ഒക്കെ കിട്ടും. ഞങ്ങൾക്ക് വിശക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നേരെ പാർക്കിലോട്ട് കാണാൻ പോവാണ്. ഇമാമോൾ മൊത്തം ബഹളമാണ്. ഇവിടെ ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ആനിമൽസിന്റെ പല മറ്റേ സോഫ്റ്റ് ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊന്ന് തൊട്ടോട്ടെ, ഒന്ന് എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവളെ പറഞ്ഞു ഒറിജിനൽ ആനിമൽസിനെ കാണിച്ചു തരാം അല്ലേ. നമ്മൾ ഒറിജിനൽ ആനിമൽസിനെ കാണാൻ പോവല്ലേ? അപ്പൊ നോക്കി ചൊങ്കടും എന്തിനോ? ഇമാമോക്ക് കൊതിയാണോ? നമുക്ക് ജീവനുള്ള ആനിമൽസിനെ കണ്ട് കൊതി തീർക്കാം. ഓക്കെ, കണ്ടോ ലയൺ ടെയിൽഡ് മെക്കാക്കൂനെ കണ്ടോ? എന്താ അത്? ഫ്രൂട്ട് ആണെന്ന് തോന്നുന്നു. ഫ്രൂട്ട്. പോണിയുടെ പുറത്ത് കയറണോ? ഓടിക്കും നിന്നെ പോണി. ഇന്നലെ ആൽപ്പക്ക ചവിട്ടുന്ന കണ്ടില്ലേ പുറംകാല് വെച്ചിട്ട്? അതുപോലെ പോണി നിനക്കിട്ട് ഒരു തൊഴി തരും. വാ, അമ്മച്ചി എപ്പോഴും പറഞ്ഞു തരാറില്ലേ നമുക്ക് ടോട്ടോയ്സിനെ കുറിച്ച്? ടോട്ടോയ്സ് എങ്ങനെയാ നടക്കുന്നേ മാ? കാണിച്ചേ ഇങ്ങനെ. അപ്പേ കാണിച്ചേ. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. എനിക്കറിയത്തില്ല. ഇവിടെ വെള്ളമേ കാണുന്നില്ലല്ലോ. അയ്യോ, ഞാൻ തിന്നുന്ന തീറ്റ കണ്ടോ? നോക്കി മുക്കുട്ടി അത് കഴിക്കുന്നുണ്ടോ? വേണ്ടേ ഇരിക്കുന്നുണ്ടോ പുറത്ത്? എന്റെ പൊന്നടാ, എന്നോ വലിയ കൊമ്പ അല്ലേ മുക്കുട്ട? ആരെ പോലെ? ഹലോ പറഞ്ഞേ. മോള് ഇവിടെ എന്റെ കൊണ്ടോ. എന്തൊരു വലിയ ജീവിയാണ്. ഞാൻ കണ്ടിട്ടില്ല. ഈ എന്ത് സാധനം? ആന്റിറ്റ വേറെ ആനിമൽസ് അല്ലേ? വാ, അവിടെ എന്തോ ഒരു ആനിമൽ ഉണ്ട്. എന്താ? എന്താ പറഞ്ഞേ?
ഇതിലെ കൂടെ പുഴുവും പാമ്പും ഒക്കെ വരുന്ന അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് കൊച്ചിനോട്. അതുകൊണ്ട് ഇതിലെ കൂടെ ഒന്നും നടക്കാൻ പാടില്ല അല്ലേ? ഈ ആൻസാറിനെ ഞാൻ സമ്മതിച്ചേക്കുന്ന കേട്ടോ. എവിടെയും തൂക്കി ഈ നടപ്പ്. സ്ട്രോങ് മാൻ. എന്താ എന്റെ ഇസാമോൾ അതിന്റെ ഇടയ്ക്ക് ചതഞ്ഞിരിക്കുന്നു. കണ്ടു കണ്ടു അമ്പട്ടാ. ഇത് നമ്മുടെ വീട്ടിലെ നമ്മുടെ കുക്കൂനെ പോലെ ഉണ്ട്. വൈൽഡ് കാറ്റ് ഇതേണ്ടടി ഉറങ്ങുന്നു. യൂറോപ്യൻ ബ്രൗൺ ബെയർ ഉണ്ട് ഇതിനകത്ത്. പുഴുവിനെ കാണിക്കേ വരുവോ നോക്കാം. meerkat. ഇവരെന്ത് ചെയ്യുവാ? കുഴി ഉണ്ടാക്കുവാണോ? ഓണ്ട കേറിപ്പോയി. എന്ത് നോട്ടി മങ്കീസാ അല്ലേ മാ? തൊപ്പിക്കാരൻ ഏതെങ്കിലും മരത്തിന്റെ അടി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. തൊപ്പിക്കാരനെ കൂടെ കണ്ടാ മതി. ഇത് ബിഗ് ബേർഡ് അമ്മ കണ്ടു. കണ്ടോ കറുത്ത ബേർഡ്. ഓറഞ്ച് ബിഗ്. ആ 1 2 ഗ്രേറ്റ് ഗ്രേ ഔൾ. വാ കള കള കള. അതിന്റെ ആരോ ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങള് കഴിഞ്ഞു. പുറത്തോട്ട് അങ്ങോട്ട് പോയ സമയത്ത് കഫേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ കഫേയിലോട്ട് തിരിച്ചു വന്നപ്പം കയറി 2 സാൻഡ്വിച്ചും ഒരു ബേബി ചീനോ എന്ന് പറഞ്ഞൊരു സാധനം. പാലായിരുന്നു മോസ്റ്റ്ലി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് ഇമ്മക്കുട്ടി കൊടുത്തു. അങ്ങനെ ഇസാമോൾക്ക് ഇച്ചിരി പാലൊക്കെ കൊടുത്തു. റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാനാണ് പ്ലാൻ. അങ്ങനെ ഇന്നത്തെ വ്ളോഗൊക്കെ കഴിഞ്ഞു. ഓക്കെ ബൈ ബൈ. ബൈ പറ ഇമ്മക്കുട്ടാ. അവിടെ നോക്കി പറ. അപ്പനെ നോക്കി പറ. അപ്പനെ നോക്കി പറ. അപ്പ എവിടെ? ഇവിടെ പറ്റിക്കുവാണ് നമ്മളെ കള്ളിപ്പെണ്ണ്. ഓക്കെ ബൈ.